എനിക്ക് ആ ചെറുക്കനെ ഒന്ന് കാണണം. ഉൽപ്പലാശനെ കാണാലോ, കണ്ണ് നിറയെ കാണാലോ. എവിടെ, മുകളിലാണോ? അതെ, മുകളിലാ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. നിക്ക്. വിരോധമൊന്നും തോന്നരുത്. ഉൽപ്പലാക്ഷനെ കാണാൻ കാത്തിരിക്കുന്നവരാ ഇവരൊക്കെ. പല പല നാട്ടിൽ നിന്ന് വന്നോരാ കക്ഷി നോക്കാൻ. എന്താ മൂപ്പര് ഒരു തിരക്ക്. എന്താ, എനിക്ക് കാണാൻ പറ്റില്ല ഇതിരെ? പറ്റുമല്ലോ, പക്ഷേ ടോക്കൺ എടുക്കണം. ഞാനെടുത്ത പൊന്തുവോ? അതല്ലാന്ന്, ഈ നമ്പർ ഇതാ, നല്ല അസല് നമ്പറാ, 36. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. അപ്പറഞ്ഞത് നേരാ, കാര്യം കാണാൻ കഴുത കാലം പിടിക്കണം. ആണ്ടിമൂപ്പ, നമ്മുടെ കണാരൻകാരനവർക്കൊരു ഛായ. ഞാൻ പോയി ഉൽപ്പലാക്ഷനോട് പറഞ്ഞിട്ട് വരാം. ആണ്ടിമൂപ്പ, ദേ അടുത്ത പാർട്ടി. അല്ല, ഇതാരപ്പാ? എന്താ ഇതുവഴി? പാടത്ത് പോയിട്ട് വരുന്ന വഴിയാ. എന്തായി എന്റെ രാസനാദി കഷായം? അത് പിന്നെ ഇവിടത്തെ തിരക്കൊക്കെ അറിയാലോ. നാളെ തരാം. എന്താ ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നേ? നിന്റെ മരുന്ന് വാങ്ങാന്? ഹേയ്, നമ്മുടെ ഉൽപ്പലാക്ഷന്റെ അടുത്ത് മഷി നോക്കാൻ വന്നവരാ ഇവരൊക്കെ. സ്വന്തം കഴിവില് വിശ്വാസം ഇല്ലാണ്ടായി തുടങ്ങിണ്ടാവും. അല്ലെങ്കിൽ വേറെ ഒരുത്തന്റെ കാല് പിടിക്കണോ? ലംബോദര, കൊടപിടി. കഷ്ടകാലം കാണുന്നത് കഷ്ടകാല ലംബോദര. അതെ അതെ, പോവാം. ലംബോദര, കൊടപിടി. ഈ ലംബോദര ഇതെന്ത് ജന്മവൈദ്യരെ? അതിന്റെയൊക്കെ ജന്മം തന്നെയാ വാനരൻ. ഞാൻ കാര്യമായിട്ടൊന്ന് പറഞ്ഞോണ്ട് നേരത്തെ വിളിക്കാം. ചെല്ലി. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു പെൻഷൻ പറ്റിയ മഷിനോട്ടക്കാരനാണേ. കേട്ടിട്ടുണ്ട്. വരൂ. ഇരിക്കൂ. ക്ഷമ പറയാനാ ഞാൻ വന്നത്. എന്തിന്? എന്റെ മോന്റെ അവിവേകം കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം. നിങ്ങളുടെ മോളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അറിഞ്ഞല്ലോ, അത് മതി. ഇനി ഇങ്ങനെ അബദ്ധം പറ്റില്ല. അബദ്ധോ? ആര് പറഞ്ഞ അബദ്ധമെന്ന്? ഉൽപ്പലാസിന്റെ പ്രായത്തിൽ ഇതൊന്നും ഒരു തെറ്റല്ല. അത് എനിക്കിഷ്ടം ഉൽപ്പലാസിനെ. എന്റെ ഇഷ്ടം തന്നെ തങ്കമണിയുടെ. ഞാൻ ആ ഉദ്ദേശത്തിലല്ല. വേണ്ട, ഞാൻ ആ ഉദ്ദേശത്തിലാന്ന് കരുതിക്കോളൂ. തൊഴിലിന്റെ കാര്യത്തിൽ സാമ്യതയുള്ള ഒരു മരുവേനൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഭാഗ്യ. ഉൽപ്പലാക്ഷനെ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ അത്താഴം വരണം. അങ്ങോട്ട് വിളമ്പി കൊടുക്കുമോളെ. അവനിനി ജീവിതകാലം മുഴുവൻ വിളമ്പാനുള്ളതല്ലേ, ബാക്കി ഇങ്ങോട്ടിട്ടോളൂ. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കാ ക്ഷീണം. ഇനി കഴിക്കില്ല. 3 നേരം ഇവിടെ തന്നെ ആയിക്കോട്ടെ. കൂടെ ഞാനും. ഭക്ഷണം മാത്രം ആക്കണ്ട, താമസം കൂടെ ആയിക്കോട്ടെ. വേണ്ടി വന്നാൽ ഉൽപ്പലാക്ഷന്റെ കൂടെ താമസിക്കുകയും ചെയ്യും. അല്ലേ വൈദ്യരെ? അതിനു മുമ്പ് താലികെട്ട് നടത്തണേ. അതൊക്കെ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞതാ. നീ വിളമ്പി കൊടുക്കുമോളെ. ഈ കൈ കൊണ്ട് തന്നെ എന്നും വിളമ്പണമെന്നാ എന്റെ പ്രാർത്ഥന. ഇവിടത്തെ ചെക്കന് കല്യാണാലോചിച്ച പെൺകുട്ടീനെ വരുത്തനായ ഒരുത്തന് പെണ്ണാലോചിക്കുന്ന കണാരൻകാരനോരുടെ നടപടി തീരെ ശരിയായില്ല. എന്റെ മോന് അവന്റെ മോളെ വേണ്ട. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ഇനിയിപ്പൊ അയാൾ വന്ന് കാല് പിടിച്ചാലും നമ്മൾ കൊടുക്കോ? ഇല്ല. പിന്നെ വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഇവിടത്തോടുള്ള വാശി തീർക്കാനാ കണാരൻകാരനൊരു തങ്കമണിയെ ഉൽപ്പലാക്ഷന് പെണ്ണാലോചിക്കുന്നത്. അച്യുതന് കൊടുക്കാമെന്ന് പറഞ്ഞ പെണ്ണിനെ ഉൽപ്പലാക്ഷനെ കൊണ്ട് കെട്ടിച്ചാൽ ഇവിടത്തെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമല്ലേ? കരി കഴുകിയ പോകൂലേ വൈദ്യരെ? ലംബോദര, അകത്തു പോ. ഒരു വഹയ്ക്ക് കൊള്ളില്ല. അതുകൊണ്ടല്ലേ ഇവിടത്തെ ഭർത്താവായി പോയത്. വൈദ്യരെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, കണാരൻകാരന് ഒരു ഉൽപ്പലാക്ഷനെ പിടികൂടും മുമ്പേ നമ്മൾ പിടിക്കണം. ഇവിടത്തെ അമ്പിയക്ക് എന്തുകൊണ്ടും ചേർന്ന ബന്ധമായത്. അവന്റെ നാടും വീടും അറിയാതെ. എന്താ, നാടും വീടും നോക്കുമ്പോഴേക്കും കണാരൻകാരന് ഒരു കല്യാണം നടത്തും. നിങ്ങൾ നാണം കെടും. മൂപ്പര മുമ്പ് തോക്കാൻ തന്നെ തീരുമാനിച്ചങ്ങള്. തല പോയാലും വേണ്ടില്ല, അവനെ എനിക്ക് തോൽപ്പിക്കണം. എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഉൽപ്പലാക്ഷനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അവനും മഷി നോട്ടും, നിങ്ങൾക്കും മഷി നോട്ടും. രണ്ടുപേരും കൂടി ഒന്നായാൽ പിന്നെ ഇവിടെ ഒരു പൊടി പൂരമാകും. പിന്നെ കണാരൻകാരനോരുടെ അഡ്രസ്സും ഉണ്ടാവില്ല. വൈദ്യരുടെ ബുദ്ധി അപാരം തന്നെ. ഉൽപ്പലാക്ഷന് ഒരു കല്യാണം ഉണ്ടെങ്കിൽ പെണ്ണ് എന്റെ മോൾ അമ്പിയായിരിക്കും.
വൈദ്യരി പൊക്കോളൂ. സന്തോഷായി, എനിക്ക് സന്തോഷായി. ഏഷണ വൈദ്യര് കുടുംബം കലക്കി തെണ്ടി തെമ്മാടി ഏഭ്യൻ ചേറ്റ കഴുത. ലംബോദര, എന്തോ ഇവിടെ പറഞ്ഞു ഒന്ന് ലംബോദരൻ കേട്ടില്ല. കേട്ടില്ല, കണ്ടില്ല, പറയില്ല, അതല്ലേ ലംബോദരൻ. ഈ കള്ളത്തരം പറഞ്ഞ ആൾക്കാരെ കുപ്പിയിലാക്കുന്ന പണി തിരക്കേടില്ലട്ടോ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ മുങ്ങും, പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ, ഞാൻ കൊടുക്കും. നോക്ക്, രാജയോഗം കുടക്കീഴിൽ വന്നു നിൽക്കുന്നു. സമയം കളയണ്ട, വാ. എപ്പോ വന്നു? കഷായപ്പതി ഞാൻ കൊടുത്തയച്ചിരുന്നല്ലോ. ഞാൻ വന്നത് ഉൽപ്പലാക്ഷനെ കാണാനാ. ഞങ്ങള് പ്രസിഡന്റിന്റെ വീട്ടില് മഷി നോക്കി വരുന്ന വഴിയാ. ആയിക്കോട്ടെ, എനിക്ക് ഉൽപ്പലാക്ഷനോട് സംസാരിക്കാനുണ്ട്. അതിന് ടോക്കൺ എടുക്കണം. വൈദ്യരെ, അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴാണെന്ന് വെച്ചാ കണ്ടോളൂ. വന്നോളൂ. ഇതാ, ഇതാ. പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവാ. ലംബോദരൻ വരണ്ട. ഓ അല്ല വൈദ്യരെ, ബലഹീനതയ്ക്ക് വല്ല മരുന്നുണ്ടോ? എന്തിനാ? എനിക്കൊരാളാകാൻ. ഇരിക്കൂ. കണാറിന്റെ വീട്ടിൽ പോയിന്ന് അറിഞ്ഞു. പോയിരുന്നു. അവിടെ പോവരുത്. അവൻ മഹാപഴയാ. അവന്റെ മോള് അതിലേറെ പഴയാ. മോൻ അംബികയെ കണ്ടിട്ടുണ്ടോ? ഏതംബിക? എന്റെ മോള് സുന്ദരിയ. മോന്റെ ജാതി മതമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ നാട്ടിൽ നിന്ന് മോനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മോളെ ആയിരിക്കണം. കല്യാണക്കാര്യം ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് വീട്ടുകാരെ വിവരം അറിയിക്കണം. പെട്ടെന്നൊരു തീരുമാനം. സമയെടുത്തോളൂ. പിന്നൊരു കാര്യം, ഇനിമേലിൽ കണാറിന്റെ വീട്ടിൽ പോകരുത്. ഇല്ല. ഉൽപ്പലാക്ഷനുള്ള ഭക്ഷണം ഇവിടെ എത്തും. അത്രയും വേണോ? വേണം. എന്റെ മരുമകനാകാൻ പോകുന്നവൻ കണ്ടവന്റെ എച്ചില് തിന്നാലേ എനിക്കാ ക്ഷീണം. തിന്നില്ല. തിന്നരുത്. എന്നെ ധിക്കരിച്ചാൽ പിന്നെ ഒന്നും തിന്നേണ്ടി വരില്ല. മനസ്സിലായോ? വരട്ടെ. അങ്ങനെ ഇപ്പൊ കണാരൻകാർന്നവരുടെ മോള് തങ്കമണി ഉൽപ്പലാക്ഷന് 3 നേരവും വെച്ച് വിളമ്പണ്ട. ഉൽപ്പലാക്ഷൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നതും കാത്ത് വീട്ടിലിരിക്കത്തേ ഉള്ളു കാരണവര്. അതിനു മുമ്പ് അംബിക ചോറുമായി ഉൽപ്പലാക്ഷന്റെ അടുത്തെത്തണം. ഞാൻ പോവില്ല. വെട്ടി നുറുക്കും ഞാൻ. പാത്രം എടുക്കടി. ഇതാ. എടവും വലവും തിരിയാതെ അവന്റെ അടുത്ത് നടക്കടി. കൊട പിടിച്ചോണ്ട് ഞാൻ പോണ പുറകെ. ലംബോദര, ഓ പറഞ്ഞത് ചെയ്താ മതി എല്ലാവരും. ഓ ആ, അംബികയുടെ ഉൽപ്പലാക്ഷന്റെ കല്യാണം കഴിയുന്നവരെങ്കിലും വൈദ്യർ എന്റെ കൂടെ തന്നെ നിൽക്കണം. അത് പിന്നെ പറയണോ? പിന്നെ ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഞാൻ പിന്നെ വരാം. വരട്ടെ. ശരി, വരട്ടെ. സ്നേഹമുള്ളവനാ. ആരോട്? ലംബോദര, എന്തോ? നാരായണി അവളുടെ മോൾക്ക് വേണ്ടി മത്സരിക്കുക. അവള് ജയിക്കരുത്. മോൾ അച്ഛന്റെ മാനം കാക്കണം. അച്ഛാ, എല്ലാം നല്ലതിനാണെന്ന് കരുതിക്കോളൂ. വിശ്വാമിത്രന്റെ തപസളക്കാൻ ചെന്ന മേനകയുടെ കഥ മോള് കേട്ടിട്ടില്ലേ? പുരാണങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്തിനാ? ആവശ്യം വരുമ്പോ ജീവിതത്തിലിട്ട് പ്രയോഗിക്കാനാ. അച്ഛൻ ഇനി മുന്നോട്ടില്ല. മോള് പോയിക്കോളൂ. പോയി ഇതൊക്കെ മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞേ ആദ്യം അവന്റെ മനസ്സ് പിടിച്ചെടുക്കാൻ നോക്ക്. ആലോചിക്കാനുള്ളതൊക്കെ ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. അച്ഛനാ പറയുന്നത്. മോള് ചെല്ല്. ചെല്ല് മോളെ, ചെല്ല് മോളെ. എന്റെ ഭഗവതി, എല്ലാം മംഗളമാക്കി തരണേ. അയ്യോ, ആരാത്? എനിക്ക് വിശ്വസിക്കാമോ? അമ്മ പറഞ്ഞു ചോറ് കൊണ്ടുവരാൻ. ഓ, എനിക്ക് ശുക്രദശ തുടങ്ങിയെന്നാ തോന്നുന്നു. എന്താ? ഏയ്, നല്ല വിശപ്പ്. വിരോധമല്ലെങ്കിൽ അമ്പിയുടെ കൈ കൊണ്ട് തന്നെ വിളമ്പിക്കോളൂ. വൈദ്യരെ, ഈ തങ്കമണി ഉൽപ്പലാക്ഷന് കോളടിച്ചടാ. എന്റെ കാര്യം ഇതെല്ലാം നിനക്ക് വേണ്ടി അല്ലടാ. കുറച്ചുകൂടി ഇതെന്താ? ചോറ്. എന്റെ അമ്മ, എനിക്കും എന്ത് പറ്റി? അച്ഛൻ പറഞ്ഞു ഇത് മുഴുവനും തിന്നണമെന്ന്. അമ്മ പറഞ്ഞു ഇത് മുഴുവനും തീറ്റിക്കണമെന്ന്.
എന്ത് പറ്റി? തങ്കമണിക്ക് സുഖമില്ല. നിങ്ങൾ വൈദ്യുതി അറിയണ്ട, വൈദ്യുതി വിളിക്ക്. കുട്ടിക്ക് എന്തേ പറ്റേ? അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ തന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാ. എവിടെ രോഗി? എവിടെ? ഇവിടെ. എനിക്കല്ല, ചേച്ചിക്കാ. ചേച്ചിയായാലും അനിയത്തിയായാലും ഒക്കെ ഒരുപോലെ. എന്താ എന്താ തുറന്നു പറയൂ. അത് കേൾക്കാനുള്ള മനക്കെട്ടി ഇവിടത്തേക്കുണ്ടോ എന്നെനിക്കറിയില്ല. എന്താണെങ്കിലും കേട്ടല്ലേ പറ്റൂ. തങ്കമണി ഒരു അമ്മയാവാൻ പോകുന്നു. 3 മാസം ഗർഭിണിയാ. നേരാണോ വൈദ്യരെ? ഇത് ശരിയാണെങ്കിൽ തനിക്ക് ഒരു പൊന്നുറുപ്പ്യ വരും. നിങ്ങൾക്ക് എന്താ മനുഷ്യ ഭ്രാന്ത് പിടിച്ചോ? കല്യാണം കഴിയാത്ത പെണ്ണ് ഗർഭം കയറി നിൽക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കുന്നോ? ഈ പോടി അവിടുന്ന്. തന്തയില്ലാത്ത കുഞ്ഞിനൊന്നും എന്റെ മോള് പ്രസവിക്കാൻ പോകത്തില്ല. നാരായണമായിട്ടുള്ള മത്സരത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാശൻ ഇനി എന്റെ മോളെ കെട്ടു. ഞാനിനി എന്താണാവോ വേണ്ടത്? താൻ ചെന്ന് നാട് മുഴുക്ക ഉറക്കെ പറയാ. വടക്കേക്കര കടാറുന്നത് പേരക്കുട്ടി ജനിക്കാൻ പോണെന്ന്. വടിനോട്ടക്കാരന്റെ ഉൽപ്പലാശനാണ് എന്റെ പരിവകരുത്. ഇനി ഞാനൊരു കളി കളിക്കോട് വിശാലാക്ഷി. ഈ മുറ്റത്തൊരു പണിപ്പന്തലൊരുങ്ങും. എന്റെ മകളുടെ കച്ചിൽ ഉൽപ്പലാശൻ താലി കെട്ടും. നാരായണിയും മക്കളും ഈ ഗ്രാമം വിട്ടോടും. എവിടെ അമ്പി? എവിടെ? അവിടെ കിടന്ന് നോക്കാനിക്കണോ? ഇങ്ങോട്ട് വരിക, ഞാനൊന്ന് നോക്കട്ടെ. പതുക്കെ പതുക്കെ. അവളുടെ കൈ പിടിച്ച് ഇവിടെ ഇത്ര. ഓ, അങ്ങോട്ട് ഇരുന്നോളൂ. കയ്യൊന്നും നിറ്റ. കുടുംബത്തിന് ചീത്തപ്പേരായല്ലോ. വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഗർഭം, അവിഹിത ഗർഭം. അവിഹിത ഗർഭം നിന്റെ തള്ളക്ക്. എന്റെ മോള് ഗർഭിണിയാണെങ്കിലേ അവളുടെ വയറ്റിൽ കിടക്കണ കുട്ടിക്ക് തന്തയുണ്ട്. പേരും പെരുമയുള്ള ഉൽപ്പലാക്ഷൻ. മുങ്ങാങ്കുഴി ഗ്രാമത്തിൽ ഇനിയൊരു മത്സരത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാനിവിടെ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാക്ഷൻ ഇനി എന്റെ മോളെ കെട്ടു. അവിടെ കണാരൻകാരനോരുടെ മോളും ഗർഭിണിയാ. അതും ഉൽപ്പലാക്ഷനാണെന്നാ പറയുന്നേ. ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വത്തിനെ കാണാറ് വേറെ ആളെ നോക്കേണ്ടി വരും. എന്റെ ഈശ്വര, ഇനി എന്താണാവോ അടിയന്റെ ജോലി? അംബിക ഉൽപ്പലാക്ഷൻ തമ്മിലുള്ള കല്യാണം കഴിയുന്നവരെ വൈദ്യരിന് മറ്റൊരു ജോലിയും ചെയ്യണ്ട. അത് ഞാൻ ഏറ്റു. എങ്കിൽ പോവാം. നാടൊട്ടും കല്യാണം ക്ഷണിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അതും ഞാൻ ഏറ്റു. ലംബോദര, ഓ എല്ലാം കേട്ടല്ലോ? കേട്ടു. എന്നാ ഇനിയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കാതെ ഒന്ന് ഉഷാറാവുക. മോളുടെ കല്യാണല്ലേ വരുന്നത്. ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു സംഭവം നടന്നിട്ടില്ല. അതും തറവാട്ടി പറഞ്ഞ 2 പെൺകുട്ടികള് കല്യാണത്തിന് മുമ്പ് ചീത്തപ്പേര് കേൾപ്പിക്കാൻ തന്നെ കഷ്ടം തന്നെയാ. ആരായിരിക്കും ഇതിന്റെയൊക്കെ പിന്നില്? എന്താ എല്ലാരും കൂടെ ഒരു ചർച്ച? അറിഞ്ഞില്ലേ അംബികയുടെ തങ്കമണിയുടെ വിശേഷം? അത് പിന്നെ ഞാൻ അറിയാണ്ടിരിക്കോ? അതെന്താ അങ്ങനെ? ഇനിയിപ്പോ ഞാനായിട്ടൊന്നും മറച്ചു വെക്കില്ല. ഞാനല്ലേ അതിന് കാരണക്കാരൻ. അത് ശരി. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടികളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. അക്കാര്യം ഞങ്ങൾ ഏറ്റു. വലിയ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ നീ എന്റെ പെണ്ണറെ പറ്റി അബോധം പറയാലടാ. എന്റെ അളിയനോടല്ലടാ. ഇതിനൊക്കെ കാരണക്കാരൻ ഉൾപ്പെടാത്തതാണ്. ഇതാരാ? ഞാൻ അലക്സാണ്ടർ. നിങ്ങൾ ആഷ്ലി വൈദ്യരല്ലേ? എല്ലാരും അങ്ങനെയാ വിളിക്കുക. നിന്റെ മഷിനോട്ടക്കാരൻ ആ കളത്തിന്റെ
നിലവിളിയല്ലേ കേൾക്കുന്നത്? നീ എന്താണെന്ന് പോയി നോക്കേ. ഉൽപ്പലാക്ഷ, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ? പറയാനാ പറഞ്ഞത്. ഇത് ഞാനാ ജോയിക്കുട്ടി, അലക്സാണ്ടർ. നീ ഇവിടെ കയറി ഒളിച്ചിരുന്ന ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലേ? ജീവനോടെ നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ പൊക്കും. ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഇവനെ ജോയിക്കുട്ടി, ഇവൻ എന്റെ കള്ളക്കടത്ത് ശൃംഖലയിലെ ഒരു അംഗമായിരുന്നു. എന്റെ കണ്ണു വെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവുമായി ഇവൻ മുങ്ങി. ഇവിടെ നിങ്ങളുടെ മഷിനോട്ടക്കാരനായി പൊങ്ങിയിരിക്കുക. ഇപ്പൊ നിങ്ങളുടെയൊക്കെ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ്. പിടിച്ച് കേക്കടാ ഇവനെ. ഇങ്ങോട്ട് ഇറങ്ങാ. അലക്സാണ്ടർ കൂട്ടുവാ. വേഗം പോയി കുറെ ആളെ വിളിച്ച് കൂട്ടാൻ നോക്ക്, അല്ലെ സംഗതി കുഴപ്പമാവും. ഇവിടെ വൈദ്യരെ അല്ല ഇന്നത്തെ പുറത്തിറങ്ങി. അതൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഉൽപ്പലാക്ഷൻ എവിടെ കൊണ്ടുപോകും. താൻ വേഗം പോയി കുറച്ച് ആളുകളെ വിളിച്ചോണ്ടോ. അതുവരെ ഇവരെ ഞങ്ങൾ അറിഞ്ഞോളാം. താൻ വീഴ്ചക്കാ ചെല്ലടോ. ഉൽപ്പലാക്ഷനെ പിടിച്ചോണ്ട് പോകാൻ കുറെ ആൾക്കാർ വന്നിരിക്കുന്നേ. നാരായണി തള്ള അയച്ചതാണെന്നാ തോന്നുന്നേ. നിങ്ങൾ വേഗം വന്ന് രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ മോളെ വയറ്റി കിടക്കണ കൊച്ചിന് അച്ഛനുണ്ടാവില്ല. ഉൽപ്പലാക്ഷനെ പിടിച്ചോണ്ട് പോവാൻ കണാരങ്കാർന്നോട് ആളെ അയച്ചിരിക്കുന്നത്. അവൻ അത്രധിക്കാരോ? കുറെ ആളെയും കൂട്ടി നമ്മൾ ഉടനെ അവിടെ എത്തണം. ലംബോദയ, ഉടനെ ആളെ ഏർപ്പാട് ചെയ്യേ. എന്താ തുറച്ചു നോക്കുന്നേ? എന്താ നിങ്ങൾ എന്താ ഈ കാണിച്ചത്? എന്റെ ഭാര്യയെ തല്ലി. ലംബോദര, നിന്നെ ഞാൻ പറയടി, പറ. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ ഒരു ചുറ്റും ചെയ്യില്ല. ഇത് ഞാൻ കുറെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ഇവളുടെ മുഖത്ത് ഒരു അടിയടിച്ച് പടിയിറങ്ങി പോകാതെ ഇത്രയും കാലം ഇവിടെ എല്ലാം സഹിച്ചു നിന്നത് എന്റെ മക്കളെ ഓർത്താണ്. ഇവരെ തന്തയില്ലാത്തവരും നാട്ടുകാർ പറയുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ ചടഞ്ഞുകൂടി കിടന്നത്. തുള്ളി തുള്ളി സ്വന്തം മകൾക്ക് ഗർഭം വരെ ഉണ്ടാക്കി കൊടുത്തില്ലേ നീ? നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ ഇനി ഇവർക്ക്? ഇനിയും നിന്നെ കയറൂരി വിട്ടാലേ ഈ നാട് മുടിക്കുന്നു. വൈദ്യരെ, ഇനി ഞാൻ പറയുന്നത് ഇവിടെ നടക്കും. അല്ല, ഞാനിനി എങ്ങോട്ടാ നടക്കേണ്ടതെന്ന് കൂടി പറഞ്ഞാൽ കവലയിലേക്ക് തന്നെ നടന്നു. ഞാൻ കുറെ ആളുകളുമായി പിന്നാലെ വരാം. അത് മതി. നാരായണി, കൊടപടി പിടിക്കടി ചൂരേ. മക്കളും വാ.
പ്രശ്നങ്ങളെ കഴിഞ്ഞില്ലേ? വാ, ഇനി നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ മോളുടെ കാര്യം അങ്ങനെ കൊണ്ടുപോകാൻ മരട്ടെ അളിയാ. അളിയനും അളിയന്റെ പെങ്ങൾക്കും അറിയാൻ പാടില്ലാത്ത കുറെ കാര്യം ഇവര് പറയും. അല്ലേ പങ്കജാഷ? അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചാലും വലിയ തിരിച്ചടി കണാരേട്ടനും നാരായണി അടത്തേക്കും കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അങ്ങനെയൊക്കെ അവസാനിപ്പിച്ചാൽ എങ്ങനെയാ? എന്റെ മോള് തന്തയില്ലാത്ത കുട്ടിയെ പ്രസവിക്കണോ? ദൈവമേ, നമ്മുടെ മോള് വഴിയാതാരമായല്ലോ. അതോർത്ത് ആരും സങ്കടപ്പെടണ്ട. നിങ്ങളുടെ മക്കൾ രണ്ടുപേരും ഗർഭിണികളല്ല. എനിക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾ 4 പേരും വന്ന് വർഷങ്ങളായുള്ള അവരുടെ പ്രണയകഥ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെയൊക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഞാനും പങ്കജാക്ഷനും വൈദ്യരും ചേർന്ന് മഷിനോട്ടം പോലെ തന്നെ നടത്തിയ മറ്റൊരു നാടകമായിരുന്നു ഇത്. സഹായത്തിന് എമ്പോരും ചേട്ടനും ഉണ്ടായിരുന്നു. എന്റെ ഈശ്വരൻ, ഇനിയെങ്കിലും വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ നോക്ക്. വൈദ്യരെ, ഇങ്ങോട്ട് വന്നേ. ഒരുപാട് ഏഷണി പറഞ്ഞ് പിരിച്ചതല്ലേ, ആ കൈ ഇങ്ങി പിടിക്ക്. ഞാൻ പിടിക്ക്. എമ്പോരും ചേട്ടാ, നാരായണേട്ടത്തിന്റെ കൈ പങ്കേഷ, ഇനി നമുക്ക് കൂട്ടിച്ചേർക്കല്ലേ? ഇനിയെങ്കിലും എനിക്കൊരു സത്യം അറിഞ്ഞേ പറ്റൂ. ആരാ ഉരുളി കട്ടത്?